ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ റവ കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ആദ്യം തന്നെ റവയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. പിന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് റവ ഇട്ട് കൊടുത്ത് നല്ല പോലെ വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് അധികം നേരം തന്നെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഇഞ്ചി ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുക, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. പക്ഷേ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ക്യാരറ്റ് ഇവിടെ ഇല്ല. അങ്ങനെ എല്ലാം നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റവ ഇതിലിട്ടിട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്യുക. ഞാനിവിടെ 3 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിക്ക് കറക്റ്റ് 3 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കണം. കുറച്ച് ഏറെ ഒഴിച്ചാലും കുഴപ്പമില്ല, അധികം ആവരുത്. എന്നിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം, നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ റവയ്ക്ക് കുറച്ചായിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഏത് കഴിക്കാത്തവരും കഴിക്കും. എനിക്ക് ആദ്യം ഇത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ റവ. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടാണ് ഞാനും കഴിക്കൽ തുടങ്ങിയത്. ഇതിലേക്ക് ഞാൻ ഇന്ന് കോമ്പിനേഷനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിരുന്നു. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഈ മുട്ട പുഴുങ്ങിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതും തന്നെ ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ